മെയ് 1 നമുക്കറിയാം തൊഴിലാളി ദിനമാണ്. 1886 ചിക്കാഗോയിലെ ഹേയ്മാക്കർ സ്ക്വയറിൽ തൊഴിലാളികൾ സംഘടിക്കുകയും അവർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അവരുടെ പ്രധാന ആവശ്യമാണ് 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ഇതായിരുന്നു അവർ ഉന്നയിച്ച പ്രധാനമായ ആവശ്യം. ആ കാലഘട്ടത്തിൽ 12 മുതൽ 16 മണിക്കൂർ വരെയാണ് തൊഴിലാളികൾ വർക്ക് ചെയ്തിരുന്നത്. ഈ ആവശ്യവുമായി അവിടെ സമാധാനപരമായി സമരം ചെയ്തിരുന്ന തൊഴിലാളികളുടെ നേരെ പോലീസ് വെടിയുതിർത്തുകയും ബോംബ് സ്ഫോടനം നടക്കുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ മെയ് 1 തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 50 കോടിയോളം തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ 90% അൺഓർഗനൈസ്ഡ് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഗിഗ് വർക്കേഴ്സ്, കോൺട്രാക്ട് എംപ്ലോയീസ്, ടെമ്പററി വർക്കേഴ്സ്. ഇവർക്ക് ജോലിയുണ്ടോ? ഉണ്ട്. എന്നാൽ ആ ജോലിക്ക് സുരക്ഷിതത്വമുണ്ടോ? ഇല്ല. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. സ്വിഗ്ഗി, സൊമാറ്റോ, ഉബർ പോലുള്ള ഗിഗ് വർക്കുകളിൽ അൽഗോരിതം പറയുന്ന പോലെയാണ് അവർക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്. ഇവർ ഓർഡേഴ്സ് ഡിനേ ചെയ്താൽ അവർക്ക് ഫൈനാണ് വരുന്നത്. അതുപോലെ തന്നെ മഴ, വെയിൽ, ട്രാഫിക് ഇതെല്ലാം ഇവരുടെ ജീവിത രീതിയെ തന്നെ വളരെയധികം ബാധിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ദിവസത്തിൽ 12 മണിക്കൂർ വരെ ഇവർ വർക്ക് ചെയ്താലും ഇവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ ഇപ്പോൾ പറ്റുന്നില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 1 കോടിയോളം ഗിഗ് തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്ക്. ഇത് 2030 2.5 കോടി വരെ ആകുമെന്നാണ് നീതി ആയോഗ് കണക്കുകൾ പറയുന്നത്. ഇനി വൈറ്റ് കോളർ ജോബ്സിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് കോർപ്പറേറ്റ് കൾച്ചർ. ഇതിലെ തൊഴിൽ നിയമം പറയുന്നത് എന്താണ്? ആഴ്ചയിൽ 48 മണിക്കൂർ വരെ മാത്രമാണ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ ഇപ്പോൾ IT കമ്പനികളിൽ 60 മുതൽ 70 മണിക്കൂറാണ് വീക്കിലി ഒരാൾ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കുന്ന സംഭവം എന്താണെന്നാൽ ഇത് ഒരു കോമൺ പ്രക്രിയയായി മാറുകയാണ്. നോർമലൈസേഷൻ ഓഫ് എക്സ്ട്രാ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുനാൾ മുമ്പ് ഇൻഫോസിസിന്റെ സ്ഥാപകനായ നാരായണമൂർത്തി എന്താണ് പറഞ്ഞത്? അത് ഒരു വിവാദമാവുകയും ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾ ആഴ്ചയിൽ 70 മണിക്കൂർ വരെ വർക്ക് ചെയ്യണമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ മണിക്കൂറും ലക്ഷങ്ങൾ വാങ്ങുന്ന നാരായണമൂർത്തിയെ പോലെയുള്ള മുതലാളിമാർക്ക് ഇതെല്ലാം വളരെ ഉപകാരപ്രദമായി തോന്നും. എന്നാൽ സാധാരണ ഒരു തൊഴിലാളി കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നത് ഒരിക്കലും അവർക്ക് മെച്ചപ്പെട്ടിട്ടല്ല. കമ്പനി അവരുടെ മേൽ ചുമത്തുന്ന പ്രഷറും അതുപോലുള്ള ഡെഡ് ലൈൻസും കൊണ്ട് മാത്രമാണ് ഓരോ എംപ്ലോയിയും കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ 70 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കൊണ്ട് കമ്പനികൾക്ക് കോടികൾ ലാഭം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ എംപ്ലോയീസിൻ്റെ അവസ്ഥ എന്താണ്? അവരുടെ ഹെൽത്ത് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് നഷ്ടപ്പെടുന്നു. 2024 ഏണസ്റ്റ് വൈ എന്ന കമ്പനിയിലെ 26 വയസ്സുള്ള ഒരു യുവ തൊഴിലാളി മരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ഹൈ പ്രഷറും ടാർജറ്റും ഡെഡ് ലൈൻസ് മൂലമാണെന്ന് അന്നു മുതലുള്ള ആരോപണമാണ്. കമ്പനികൾ വർക്ക് ചെയ്യുന്നത് അവരുടെ ലാഭം കൂട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു കമ്പനിയും അവരുടെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി പ്രയത്നിക്കുന്നില്ല. ചൈനയിൽ ഈ അടുത്തായി ഒരു പുതിയ ജോലി സംസ്കാരം IT കമ്പനികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. 996. അതായത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ജോലി ചെയ്യുക. തുടർച്ചയായി ആഴ്ചയിലെ 6 ദിവസവും ജോലി ചെയ്യുക. ഈ ഒരു 996 ജോലി സംസ്കാരത്തിനെതിരെ വളരെ വലിയ ശക്തമായ പ്രതിഷേധങ്ങളാണ് ലോകമെമ്പാടും ഉയർന്നിട്ടുള്ളത്. 996 പോലുള്ള മറ്റൊരു പുതിയ ഒരു സംസ്കാരമാണ് വർക്ക് ഫ്രം ഹോം. കോവിഡിന് ശേഷമാണ് ഇത് കൂടുതലായി കണ്ടുവന്നിരുന്നത്. തുടക്കത്തിൽ ഈ വർക്ക് ഫ്രം ഹോം വളരെ നല്ലതായി തോന്നിയെങ്കിൽ പോലും പിന്നീടാണ് തൊഴിലാളികൾ ഇതിൻ്റെ ചതിക്കുഴികൾ മനസ്സിലാക്കി വന്നത്. വർക്ക് ഫ്രം ഹോമിൽ ഓഫീസ് വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ഉണ്ടായത്. ലേറ്റ് നൈറ്റ് കോളുകൾ, വീക്കെൻഡിൽ പോലും മീറ്റിങ്ങുകൾ, ഈവൻ ഒരാൾ ലീവിലാണെങ്കിൽ അല്ലെങ്കിൽ ഹോളിഡേ ആണെങ്കിൽ പോലും വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നത്. ഇതെല്ലാം കൊണ്ടാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ളൊരു ആശയം ഇപ്പോൾ ജെൻസെഡ് യുവാക്കളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ജോലി സമയം കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കോളോ മീറ്റിങ്ങോ എടുക്കില്ല എന്നാണ് ഇത്തരത്തിലുള്ള റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പല രാജ്യങ്ങളിലും നിയമമായി തന്നെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലും ഇത്തരത്തിലുള്ളൊരു നിയമത്തിനെക്കുറിച്ച് പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുപോലെ തൊഴിലാളികളുടെ മാനസിക സംഘർഷവും അവരുടെ ജീവിത നിലവാരവും കുറിച്ച് ചിന്തിക്കാത്ത കോർപ്പറേറ്റ് കമ്പനികൾ മൂലം അവരുടെ തന്നെ എംപ്ലോയീസ് വളരെയധികം കൊഴിഞ്ഞുപോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല IT കമ്പനികളിലും 20 മുതൽ 30% വരെയാണ് അട്രിഷൻ റേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇന്നത്തെ കാഴ്ചപ്പാടിൽ ജനങ്ങൾ ജീവിക്കുന്നത് സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് വയ്ക്കാനാണ്. അല്ലാതെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന പോലെ ഒരു കമ്പനിയിൽ തന്നെ ആജീവനാന്തം വർക്ക് ചെയ്യണമെന്നുള്ള ഒരു കണ്ടീഷൻ ഒരു തൊഴിലാളികൾക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് ജീവിക്കാൻ തൊഴിൽ വേണമെന്നുള്ളത് പോലെ തന്നെയാണ് ഒരു കമ്പനിക്ക് അത് മുന്നോട്ട് പോകണമെങ്കിൽ തൊഴിലാളികളും വേണം. ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വർക്കിംഗ് അവേഴ്സ് കൂട്ടിയും ടാർഗറ്റ് പ്രഷർ കൊടുത്തും ഡെഡ് ലൈൻ മാത്രം നോക്കി വർക്ക് ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ തൊഴിലാളികൾ സ്ഥിരമായി നിൽക്കില്ല.